എന്താണ് പൊതുവിൽ മലബാറിന്റെ ഒരു ചിത്രം? അഭിലാഷേ, കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ ഏതായാലും സമാധാനപരമായിരിക്കും ഇത്തരത്തിലുള്ള ഹർത്താൽ. ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ തടയില്ല, അതോടൊപ്പം കടകൾ അടപ്പിക്കില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം നേതാക്കൾ പറഞ്ഞത്. പക്ഷേ അതിന് വിപരീതമായി രാവിലെ നമ്മൾ കണ്ടത് കാൽടെക്സ് ജംഗ്ഷനിലായിരുന്നു. വലിയ പ്രതിഷേധം കാൽടെക്സ് ജംഗ്ഷനിൽ കാണാൻ സാധിച്ചു. വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി പ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു. അതായത് ദളിത് സംഘടനകൾക്ക് പുറമെ ആക്ഷൻ കൗൺസിൽ, അതായത് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ കൂടി കണ്ണൂരിൽ സജീവമായി ഉണ്ട്, വലിയ പ്രതിഷേധത്തിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം അഭിലാഷെ, ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് മരണപ്പെടുന്നത്. പക്ഷേ 18 ദിവസമായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട, അതായത് ആ കോളേജിലെ മുഴുവൻ ഏകദേശം വിദ്യാർത്ഥികളും അതോടൊപ്പം കുടുംബവും ആരോപിച്ച ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ പോലീസിന് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി തള്ളുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നിട്ടും 18 ദിവസമായിട്ടും ഈ റാമിനെ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, റാമിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ ഇതിൽ വലിയൊരു പ്രതിഷേധമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ നേരത്തെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളുണ്ട്. ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് നിതിൻ രാജോട് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള 4 അധ്യാപകർ വലിയ തോതിൽ കയർത്ത് സംസാരിക്കുന്നതൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ സംഭവത്തിൽ പ്രിൻസിപ്പാളിന് ഉൾപ്പെടെ പ്രതി ചേർക്കണമെന്ന് ഈ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു, ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത്തരം നടപടികളിലേക്കൊന്നും പോലീസ് കടന്നില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഇവർക്ക് ഈ പോലീസ് കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ കേസ് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം കൂടി ദളിത് സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കാരണം എന്താണെന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് 18 ദിവസമായിട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ വലിയ പ്രതിഷേധമുണ്ട്. കണ്ണൂരിന് പുറമെ പയ്യന്നൂർ, പെരുമ്പയിലാണ് വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായത്. കാസർഗോഡേക്ക് വന്നാൽ കാസർഗോഡ് പാണത്തൂർ, കോളിച്ചാൽ, കള്ളാർ, പരപ്പ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ട്. അതായത് മലയോര മേഖലകളിലാണ് ഈ ദളിത് സംഘടനകൾക്ക് വലിയ ശക്തി കേന്ദ്രങ്ങളാണ് ഈ പ്രദേശങ്ങളൊക്കെ. പ്രത്യേകിച്ച് പാണത്തൂർ എന്ന് പറയുന്ന കർണാടക കേരള അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നു. ഇവിടെ വാഹനങ്ങളെല്ലാം ഇത്തരത്തിൽ തടയുന്ന സാഹചര്യമുണ്ട്. ഏതായാലും നിലവിൽ രാവിലെ 6 മണി 7 മണിയോട് കൂടി ഇത്തരത്തിൽ വാഹനങ്ങൾ തടയാൻ തുടങ്ങിയതാണ്. ഇതുവരെ വാഹനങ്ങൾ ഓടാനുള്ള സംവിധാനം ഈ മലയോര മേഖലകളിലില്ല. പക്ഷേ നഗരപ്രദേശങ്ങളിലേക്ക് വന്നാൽ സാധാരണ രീതിയിൽ തന്നെ എല്ലാ വാഹനങ്ങളും, അതായത് KSRTC ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ട്, ഓട്ടോറിക്ഷ ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ട്. മിക്ക വ്യാപാര സ്ഥാപനങ്ങളും തുറന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ഹർത്താൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ പ്രചരണം ഉണ്ടായതുകൊണ്ട് ആളുകൾ നന്നെ ഈ ടൗണിലേക്കൊക്കെ എത്തുന്നത് കുറവാണെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആശുപത്രികളിലൊക്കെ വലിയ തിരക്കുണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ. ഇന്ന് ജനറൽ ആശുപത്രിയിലായാലും കാസർഗോഡ് ജില്ലാ ആശുപത്രി, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലായാലും വലിയ തോതിലുള്ള രോഗികൾ എത്താത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഹർത്താൽ ഉണ്ട് എന്ന് നേരത്തെ പ്രചരണം ഉണ്ടായതുകൊണ്ട് വാഹനങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതികൊണ്ടായിരിക്കാം അത്തരത്തിൽ ആളുകളില്ലാത്ത. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ ഓടാത്ത സാഹചര്യം നഗരപ്രദേശങ്ങളിലില്ല. ഇത് പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ ദളിത് സംഘടനകൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ മാത്രമാണ് വലിയ തോതിലുള്ള ഈ ഹർത്താലായി മാറിയത്. കാഞ്ഞങ്ങാട് ഒരു പ്രവർത്തകൻ ഇത്തരത്തിൽ ഒറ്റയാൾ പ്രതിഷേധവുമായി എത്തി വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാളെ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ വലിയ പ്രതിഷേധ പ്രകടനം ഉണ്ടാവും. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധ സമരം ഈ കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിലുണ്ടാകും. അതോടൊപ്പം പയ്യന്നൂരിലും പ്രതിഷേധമുണ്ടാകും. എന്തായാലും ഈ കുറ്റക്കാരനായ അല്ലെങ്കിൽ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ റാമിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് ഇവർ പറയുന്നത്. പോലീസിന്റെ ഭാഗത്ത് അത്തരം നടപടിയില്ല. വെറും ലോൺ ആപ്പിൽ മാത്രം ഒതുക്കി നിതിൻ രാജിന്റെ മരണം അത്തരത്തിൽ തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇതിൽ ഉന്നതരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ആരോപണം തന്നെയാണ് ഇപ്പോൾ ഇവരെല്ലാം ഉന്നയിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് തീരുമാനം. നിലവിൽ ഈ ഹർത്താൽ സമാധാനപരമായിരിക്കും, ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഹർത്താൽ ആയിരിക്കില്ല എന്ന് ആക്ഷൻ കൗൺസിലും അതോടൊപ്പം ദളിത് സംഘടനകളും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ട്. ഏതായാലും അല്പസമയത്തിനകം പോലീസ് ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കി സാധാരണ നിലയിലേക്ക് മാറുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസ് വേണ്ട രീതിയിൽ ഒരു മുൻകരുതൽ ഇതിൽ എടുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഈ കാൽടെക്സ് ജംഗ്ഷനിലൊക്കെ നമ്മളതാണ് കണ്ടത്. പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടയുമ്പോൾ ഒരു പോലീസ് പോലും ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് പോലീസ് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇവരെ നീക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഇപ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിൽ വാഹനം തടയുന്നുണ്ട്. ഏതായാലും ആളുകൾ നന്നേ കുറവാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രധാനമായി സംഭവം നടന്നത് നിതിൻ രാജിന്റെ മരണം നടന്ന ഒരു സ്ഥലം ഇവിടെ ആയതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം കണ്ണൂർ ജില്ലയിലുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ നഗര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഈ സമരം ഹർത്താൽ ബാധിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. എന്തായാലും അല്പസമയത്തിനകം വലിയ പ്രതിഷേധ പ്രകടനം കാൽടെക്സ് ജംഗ്ഷനിൽ ഉണ്ടാകുമെന്നാണ് പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുള്ളത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.